പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എന്തായാലും ഇന്ന് തലമുറയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് നമുക്ക് ആ തലമുറ അനുഗ്രഹിക്കുന്ന ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവാചകൻ 54 അധ്യായത്തിന്റെ 13 13 വാക്യം വായിച്ചു. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 54 അധ്യായത്തിൽ നമുക്കറിയാം. ദൈവം ഇസ്രായേലിനെ സ്വന്തം ഭാര്യയായിട്ട് കണ്ടുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ ആദ്യം തുടങ്ങി വായിക്കണമെന്ന് കാണുന്നത്. അപ്പൊ ഒരു വൈഫിനെ എങ്ങനെയാണോ ദൈവം കരുതുന്നത്, അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ കരുതുന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെ പറയുന്ന വാക്യം നമ്മൾ വായിച്ച വാക്യത്തിൽ വരാം. നിന്റെ മക്കളെല്ലാവരും യഹോവയിൽ ഉപദേശിക്കപ്പെട്ടു, നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയത്. അപ്പം മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ. ഹാലേലൂയ. അപ്പൊ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ അവർ നടക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടുമാറാതെ അതിനെ അനുസരിക്കുന്നവരാണെങ്കിൽ അവരുടെ സമാധാനം വലുതായിരിക്കും. അപ്പം സമാധാനമില്ലാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, സമാധാനം വന്നോളും. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ മതി, ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ മതി. നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവർക്ക്, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർക്ക്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാകും. കാരണം ദൈവം സമാധാനമാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര വലിയ ഭാരത്തിലിരുന്നാലും, എത്ര വലിയ പ്രയാസത്തിലിരുന്നാലും, ദൈവത്തിന്റെ ഒരു വചനം നമ്മളോട് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വസ്ഥരാകും നമ്മൾ കാണാറുണ്ട്. കാരണം ദൈവിക വചനത്തിൽ സമാധാനം മാത്രമേ ഉള്ളൂ, അവിടെ അസമാധാനം ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മള് പുതിയ നിയമത്തിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും സോളിഷ് പ്രേയറിനെ കുറിച്ച് ഇന്നലെ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം മെസ്സേജ് അതായിരുന്നു. അത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ദൈവമാണുള്ളതെങ്കിൽ, ദൈവ സ്നേഹമാണുള്ളതെങ്കിൽ നമുക്ക് ആര് നശിച്ചു പോകണമെന്ന് പറയാൻ പറ്റത്തില്ല, അവൻ്റെ ഒരു അടി കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല, അവൻ തകർന്നു പോണേന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ നമ്മൾ പറയുന്നെങ്കിൽ നമ്മളിൽ ദൈവ സ്നേഹം ഇല്ലാത്തതാണ് കാരണം. ദൈവ സ്നേഹമുള്ളവർക്ക് ആർക്കും അങ്ങനെ പറയാം. അപ്പൊ അതുപോലെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും പലവിധ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് പോയി അമ്മയപ്പന്മാര് ബഹുമാനം ഇല്ലാത്തവരാകുന്നു, സ്വസ്നേഹികളും ദിവ്യാഗ്രികളാകുന്ന പോലെ അവര് പലരെയും കൊല്ലാനും അമ്മയെ ആക്രമിക്കാനും ഒക്കെ ഒരു മടിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടോ അപ്പൊ അവരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ? ഈ മദ്യം കഴിക്കുന്ന, മയക്കുമരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിരുന്ന് ചോദിച്ചാൽ മനസ്സിലാവും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുന്നത്? അവർക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്ന. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞിങ്ങനെ നമ്മളെ ഷാദിയ ഫാമിലി, ആ കൊച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവള് എൻ്റെ മോളുടെ അതേ പ്രായം. നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ എനിക്കറിയില്ല അവൾ എന്ത് പറഞ്ഞോണ്ട് വീട്ടിൽ വരുന്നതെന്ന് അറിയത്. പക്ഷേ ദൈവാത്മ എന്നോട് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ച് അവൾ പറഞ്ഞ് സമാധാനം, അവൾക്കൊരു ധൈര്യം വേണമെന്ന് പറഞ്ഞ് അവൾ നടന്നു വന്ന വഴിയിൽ നിന്നിട്ട്. കാരണം വീട്ടിൽ മാതാപിതാക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹമായിരുന്നു. അപ്പൊ അവൾക്ക് അതിന്റെ ഇടയിൽ പെട്ടിട്ട് കൊച്ചിന് എന്ത് ചെയ്യണം? അപ്പൊ അവള് വഴി കൂടെ ട്യൂഷൻ കഴിഞ്ഞ് നടന്ന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് ധൈര്യം വേണം, അവൾക്ക് സമാധാനം വേണം, ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന്. അന്നേരമാണ് ഞാനിങ്ങനെ അവളോട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളുടെ കൈ പിടിച്ച് മോളെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ആത്മാവിന്റെ പകർച്ച നടക്കുകയാണ്. നിനക്ക് ധൈര്യത്തിന്റെ ആത്മാവ് പന്ന കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവള് പറഞ്ഞുകൊണ്ട് വന്ന വാക്ക് പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാപിച്ച് അവൾ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞങ്ങൾക്കറിയാം അവൾ ആള് മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ അവളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ എപ്പോഴും തറുതല പറയുന്നവള് അമ്മ ഭയങ്കര കൂളായി തുടങ്ങി. പിന്നെ എന്താ പറയാ, എനിക്കറിയാം ആ കൊച്ചിന് ഭയങ്കര മാറ്റം വന്നു. കാരണം അവിടെ ആ തലമുറയ്ക്ക് സമാധാനം ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിവിടെ വായിച്ചത് നിന്റെ സന്തതി, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം പോലെ. അപ്പൊ യഹോവയാൽ ഉപദേശിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും സമാധാനത്തിനൊക്കെ. അപ്പം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ ആയിരിക്കണം. ദൈവം ഉപദേശിക്കുന്ന എല്ലാവരും ഉപദേശിക്കും. പക്ഷെ പലരും കുഞ്ഞുങ്ങളും അത് കേൾക്കുന്നില്ല. അവര് കേൾക്കുന്ന അവരുടെ സുഹൃത്തുക്കളുടെ ശബ്ദമായിരിക്കും. അവരുടെ കൂടെ നടക്കുന്ന പലരുടെ ശബ്ദം അവർ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഉപദേശം അവർ കേൾക്കാതെ പോകുന്നതാണ് പ്രശ്നം.
ദൈവത്തിന്റെ വചനം തന്നെ പ്രസംഗിക്കപ്പെടുമ്പം അനേകർ കേൾക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കേൾക്കുന്ന എല്ലാവരും അത് കേൾക്കേണ്ട പോലെ കേൾക്കുന്നില്ല. അതാ ദൈവം കർത്താവ് പറഞ്ഞത്, അവർ ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അപ്പൊ കേൾക്കേണ്ട പോലെ അവർ കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ കേട്ട് കഴിഞ്ഞാലാണ് അവരുടെ സമാധാനം വലുതായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇന്നലെ എവിടെയോ നമ്മൾ ആരോ പറഞ്ഞ നമ്മുടെ വൈകിട്ടത്തെ പ്രേയറിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന പറയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ അത് കഴിഞ്ഞ പാസ്റ്ററിനോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്തിലേക്ക് എത്തുമ്പോൾ പറയുന്ന വാക്യമുണ്ട്, നിങ്ങൾ മക്കളില്ലാത്തവർ ഭാഗ്യവാന്മാരാ, പ്രസവിക്കാത്തവർ ഭാഗ്യം. കാരണം മക്കൾ ഉള്ളവർ വിഷമിക്കുന്ന അത്രയും ഇന്ന് മക്കളില്ലാത്ത മച്ചിയായിരിക്കുന്നവർ വിഷമിക്കുന്നില്ല. കാരണം മക്കളുള്ള പലർക്കും വിഷമമാ. കാരണം വെച്ചാൽ മക്കളെ പോയിട്ട് ഇനി ഏത് കോലത്തിലാണ് കയറി വരുന്നതെന്ന് അറിയത്തില്ല, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഓർത്ത് പല മാതാപിതാക്കന്മാരെ ഇന്ന് ആകുലരായിരിക്കുമ്പോൾ അവര് ഭയത്തോടു കൂടി ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം ഒരിക്കൽ നിങ്ങൾ മക്കളില്ലാത്തതിനോർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ദൈവ വഴി വിട്ട് പിന്മാറി തോന്നിയതുപോലെ നടക്കാൻ ഇടയാക്കല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ അന്ത്യത്തോളം വിശുദ്ധിയോട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കന് ഇടയാകണം. അതിന് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്. അങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കുവാനായിട്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. തിരുവചനം പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണമെന്നല്ല, ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണമെന്നല്ല. അവര് പോകുന്ന പോക്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നല്ല. അവര് പോകുന്ന വഴി തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ അവരെ കറക്റ്റ് ചെയ്ത് അവർ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ നടത്തണം. അത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തം. അങ്ങനെ നമ്മൾ നടത്താതിരുന്നിട്ട് പിന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. പല കുടുംബങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇന്ന്. എനിക്ക് എന്നെ അറിയാം, ഒത്തിരി പേരാണ് നമ്മളോട് പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ പറയാറുണ്ട്, അവർക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥിക്കാൻ പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരും ഇന്ന് രണ്ടുപേരും ജോലിക്കാരായിരിക്കും, ശരിയായിരിക്കും. പക്ഷേ അവരവരുടെ ബിസി ലൈഫും പിന്നെ മൊബൈലിന്റെ സോഷ്യൽ മീഡിയയുടെ എന്താ പറയാ പ്രസരവും ഒക്കെ അവർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തപ്പോൾ അവർ ചെയ്യുന്ന കാര്യം, ചെയ്യുന്ന എല്ലാ മാതാപിതാക്കന്മാരും നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കന്മാർ ആരാണോ, അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണോ, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആരോടാണോ എന്ന് വെച്ചാൽ മൊബൈലിനോടാണ്. അവരുടെ സ്നേഹം മൊബൈലിനോടായി പോകും. ഭക്ഷണം കഴിക്കണേ മൊബൈൽ വേണം, പിള്ളേർ മിണ്ടാതിരിക്കണേ മൊബൈൽ, അടങ്ങിയിരിക്കണേ വേണം, കലക്കണമെങ്കിൽ വേണം, ഇതിനെല്ലാത്തിനും മൊബൈൽ കൊടുത്ത് പരിശീലിപ്പിക്കുകയാണ്. കാരണം കാർട്ടൂൺ വെച്ച് കൊടുത്താൽ എന്തെങ്കിലും മൊബൈൽ വെച്ച് കൊടുത്താൽ പിള്ളേർ അടങ്ങിയിരുന്നുള്ളൂ. എവിടെങ്കിലും അവരതിമേ തലയും കുമ്പിട്ട് ഇരുന്ന് ശീലിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ഒരിക്കൽ പറയും, തല കുമ്പിട്ട് താഴേക്ക് നോക്കാൻ നമ്മൾ ഇന്ന് പഠിപ്പിക്കുക. അവരെപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് മുകളിലോട്ട് നോക്കാൻ പഠിപ്പിക്കണം. എന്നിട്ട് മുകളിലോട്ട് നോക്കിയാൽ മാത്രമേ ദൈവമുഖത്തേക്ക് നോക്കാൻ അവർ പഠിക്കത്തുള്ളൂ. നമ്മൾ തന്നെയാണ് ഇത് പഠിപ്പിച്ചു വെക്കുന്നത്. ഇത് പഠിപ്പിച്ചു വെക്കും തോറും ഫ്യൂച്ചറിൽ നമ്മൾ തന്നെ ഇതിനെ ഓർത്ത് കരയേണ്ടി വരും. അപ്പൊ ഇന്ന് മക്കൾ കുഞ്ഞുങ്ങൾ അല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ല മെസ്സേജ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് തന്നെ പറയുന്ന കാര്യം. കേൾക്കുന്ന അനേകർക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് നമുക്ക് തിരുവചനം ഓർമ്മ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വചനം നമ്മൾ പ്രാർത്ഥിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ തലമുറകളെല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരെ നല്ല മാനേജർ ഉപദേശത്തിനനുസരിച്ചോ ടീച്ചർമാരുടെ ഉപദേശത്തിനനുസരിച്ചോ കൂട്ടുകാരുടെ ഉപദേശത്തിനനുസരിച്ചോ അല്ല അവർ വളരേണ്ടുന്നത്. ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി തന്നെ അവർ വളരണം. അവർ മാതാപിതാക്കൻ പറയുന്ന കേട്ട അനുസരിച്ച് തന്നെ നടക്കാൻ അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവാനോ അവര് നശിച്ചു പോകാനോ ആഗ്രഹിക്കാത്ത ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, അത് നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെയാണ്. ബാക്കി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. കുഞ്ഞുങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ എൻ്റെ മോള് കുഞ്ഞുനാൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് ഞാനത് വഴക്ക് പറയും. അപ്പോഴത്തേന് അവളുടെ അമ്മൂമ്മ പെട്ടെന്ന് കയറി സപ്പോർട്ട് ചെയ്യും, കുഞ്ഞിനൊന്നും പറയരുത്. അപ്പം അനിയത്തി എന്നെ കാട്ടി, ചേച്ചി എന്തിനാ എപ്പോഴും അവള് വഴക്ക് പറയുന്നത്, ഇതൊക്കെ ചെറിയ പിള്ളേരല്ലേ, അതൊക്കെ ചെയ്യത്തില്ലേ. അപ്പൊ ഞാൻ രണ്ടുപേരും മിണ്ടരുത്. കാരണം വെച്ച് കഴിഞ്ഞാല്
ഹാലയില് അവളെ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ അത് തെറ്റല്ല. അവരോട് ചിലപ്പോൾ അവരോട് ഓവർ സ്നേഹം കൊണ്ടായിരിക്കും അത്. പക്ഷെ നമ്മെ മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ സ്നേഹത്തെക്കാട്ടി ഉപരിയായിട്ട് വ്യാപരിക്കേണ്ട ഒന്ന് ഹാലയില് അവരെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ അവരെ നിയന്ത്രിച്ച് അവരെ നടക്കേണ്ടുന്ന വഴി നടത്താനാണ് ഇഷ്ടപ്പെടേണ്ടത്. വഴക്ക് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് സങ്കടമാകുമോ, അടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നോവോ എന്നല്ല നമ്മൾ നോക്കേണ്ടുന്നത്. വഴക്ക് പറഞ്ഞാലും അടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അവര് നല്ല കുഞ്ഞുങ്ങളായി വളരണമെന്ന് തന്നെ ആഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ വടിയെടുത്ത് അടിച്ചു നമ്മുടെ വചനത്തിന് വടി കൊണ്ട് അടിച്ചാൽ ബാലൻ മരിച്ചു പോകത്തില്ല, ചത്തുപോകത്തില്ല. അടിക്കേണ്ട ആവശ്യം വന്നാൽ അടിച്ച് തന്നെ വളർത്തണം നമ്മൾ കുഞ്ഞുങ്ങള്. അടിക്കാതെ തന്നെ എപ്പോഴും പറയും, ഞാൻ അന്മോളോട് ചോദിച്ചാൽ പറയും, കുഞ്ഞ് നല്ലൊരൊറ്റ അടി. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ മോള് അടിയുടെ വേദന ഒരൊറ്റ അടി നിർത്തിച്ചവള്. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ അടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം നോക്കിയാൽ മതി, അല്ലെ കയ്യെന്ന് പൊക്കിയാൽ അവള് പറയും, അയ്യോ അമ്മ അടിക്കല്ലേ എന്ന് പറയും. കാരണം അവള് അടിക്കരുതെന്ന്, നോ അടിക്കല്ലേ എന്ന്. കാരണം അടിക്കേണ്ടി വരുന്ന, കാരണം നമ്മൾ എപ്പോഴും വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് നോട്ടത്തിൽ അവർ നിൽക്കണം അവരെ. പക്ഷെ ചില കുഞ്ഞുങ്ങൾ തല്ലിയാൽ നേരെ ആകത്തുള്ളൂ. തല്ലിയിട്ടാണെങ്കിലും നേരെ ആക്കണം അവരെ വിട്ടുകൊടുക്കില്ല. ഞാനിത് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു മെസ്സേജിലേക്ക് വന്നാലും പറഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം. കുഞ്ഞുങ്ങളാടെ കൊച്ചുമക്കളാട്ടെ. ഇപ്പൊ കൊച്ചുമക്കളുടെ കാര്യത്തിൽ അമ്മൂമ്മമാർക്കൊക്കെ ഭയങ്കര ഓവർ സെന്റിമെന്റ്സാ. ഇവിടേക്ക് ഒത്തിരി അമ്മൂമ്മമാരുണ്ട്. എൻ്റെ അമ്മ പറയുന്ന കണക്ക്, എന്തിനാ കൊച്ചിനെ അടിക്കുന്നത്, എന്തിനാ കൊച്ചിനെ വഴക്ക് പറയുന്നത് ചോദിക്കുന്ന അമ്മൂമ്മമാര്. കൊച്ചുങ്ങളെ സപ്പോർട്ട് ചെയ്ത അമ്മൂമ്മമാരെയൊക്കെ കേട്ടോണം. കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ വഴക്ക് പറയുമ്പോൾ ഇടയ്ക്ക് കയറി നിൽക്കരുത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെന്ന് അവരെ വഴക്ക് പറയുമ്പോൾ അപ്പൊ അത് പിന്നെ വഴക്കിന് അവസരമായി അമ്മേ കണ്ടില്ലേ എന്നെ വഴക്ക് പറയുന്നു എന്ന് പറയുന്നവരെ എൻ്റെ മോള് പറയും, അമ്മയെ അപ്പോൾ സമയം മിനിയമ്മേനെ വഴക്ക് പറയുന്ന പറയും. അതുപോലെ പറയരുത് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കല്ലേ. അവരൊക്കെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നത് എപ്പോഴും നല്ല രീതിയിൽ നടക്കപ്പെടാം. അപ്പൊ നമ്മൾ പറഞ്ഞു 54-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നാ, ദൈവം ഇസ്രായേലിനെ സ്വന്തം ഒരു ഭാര്യയെ പോലെ കണ്ടുകൊണ്ട് പറയുന്ന ചില പ്രോമിസുകളാണ് യെശയ്യാ 54-ാം അധ്യായത്തിന്റെ വായിച്ചോ, ഒന്ന് തുടങ്ങി വായിച്ചോ സിസ്റ്റർ. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോകിട്ടാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലുകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്ക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യനഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്നു അവന്റെ നാമം. ഇസ്രയേലിന്റെ പരിശുദ്ധനാവുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനിയും ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റോളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലും കൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. സ്തോത്രം. നമ്മൾ പറഞ്ഞ പോലെ
ഇവിടെ ആദ്യം പറയുന്നത് തന്നെ ഹാലേലിയ എന്താ, മച്ചിയായിരുന്ന ഒരു സ്ത്രീയെ ഹാലേലിയ മക്കളുള്ളാക്കി മാറ്റുന്ന പോലെ, അനുഗ്രഹിക്കുന്ന പോലെ ദൈവം അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഹാലേലിയ. കാരണം മച്ചിയായിരുന്നവർക്ക് ഒത്തിരി മക്കളെ കൊടുത്ത് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മളോടൊന്നും തുടങ്ങി 3 വാക്യങ്ങൾ അങ്ങനെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആമേ ഹാലേലിയ, നിന്റെ കൂടാരത്തെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളെ തിരശ്ശീല അവർ നിവർത്തിക്കട്ടെ, തടുത്തുകളെ നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികൾ ഉറപ്പ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. മച്ചിയായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് കാണുമ്പോൾ പറയുന്ന പോലെ നീ ഒത്തിരി സന്തതികളുണ്ടായിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നീ പരക്കും. അതുപോലെ ഇസ്രായേൽ പരക്കും. ഇസ്രായേലിന്റെ ഈ അവസ്ഥ ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അടിമത്തത്തിലൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് പ്രവചിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്നിട്ട് നിന്റെ സ്വന്തം ജാതികൾ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരത്തെ നിവാസികളെ പാർപ്പിക്കുകയും, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിച്ചു നോക്കേണ്ട, നീ നാണിച്ചു പുലർത്തത് ഹാലേലൂയ ഹാലേലിയ. കർത്താവ് തള്ളിക്കളഞ്ഞ ഒരു സ്ത്രീയെ ഹാലേലിയ, ഭാര്യയെ വീണ്ടും അതിമഹത് കരുണയോട് ചേർത്ത് കൊള്ളുന്നത് പോലെ ഒരവസ്ഥയെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്ന നിന്റെ സൃഷ്ടാവ് നിന്റെ വൈധവ്യത്തിലെ നിന്ദ ഇനി ഓർക്കുകയില്ല, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് ഹാലേലിയ. അപ്പൊ വിധവയായിപ്പോ ഒരു സ്ത്രീ ആണെങ്കിൽ ഹാലേലിയ, അപ്പൊ വിധവയായ ഒരാൾക്ക് ഭർത്താവായിട്ട് സൃഷ്ടാവായി ദൈവം നിൽക്കുന്ന പോലെയാണ്. ഇവിടെ പലരുടെ ഈ വചനം പല പ്രാവശ്യം ദൈവം ഇടപെട്ടിട്ട്, എന്നോടൊക്കെ ദൈവം പല പ്രാവശ്യം എടുത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹാലേലിയ ദൈവം എന്നോട് നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവെന്ന് ഹാലേലിയ. അപ്പൊ ഞാൻ കർത്താവ് അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഈ വചനം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഹാലേലിയ. എന്നിട്ട് യഹോ എന്നാവൻ ഇസ്രായേലിന്റെ പരിശുദ്ധ നിന്റെ വീണ്ടെടുപ്പുകാരൻ. അപ്പൊ ഇവിടെ പറയുന്ന ഹാലേലിയ ഒരു വിധവയായ സ്ത്രീ ഹാലേലിയ ഒരു വീണ്ടെടുപ്പുകാരൻ വന്ന് വീണ്ടെടുക്കുന്നത് പോലെ. നമുക്കറിയാം വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും രൂത്തിന്റെ പുസ്തകം ഓർമ്മ വരുന്നത്. രൂത്തിന് നല്ലൊരു വീണ്ടെടുപ്പുകാരൻ വന്ന് അത് ബോവസ് ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ വീണ്ടെടുപ്പുകാരൻ ആരാന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു. എന്ത് വിലയൊക്കെ അന്ന് ബോവസ് വയലിനുള്ള വിലയൊക്കെ കൊടുത്തിട്ട് രൂത്തിനുള്ള വീണ്ടെടുപ്പ് വിലയൊക്കെ കൊടുത്ത് രൂത്തിനെ വീണ്ടെടുത്തതുപോലെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെയൊക്കെ വീണ്ടെടുത്ത് വെച്ചേക്കുക. ഹാലേലിയ. നമുക്കൊരു നല്ല വീണ്ടെടുപ്പുകാരനുണ്ട് ഹാലേലിയ. നമുക്ക് സ്വർഗത്തിൽ നല്ലൊരു പിതാവുണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ പിതാവ് മാത്രമല്ല, നമ്മളെ വീണ്ടെടുപ്പുകാരൻ വെച്ചാൽ ഭർത്താവ് ഈക്വൽ ആയിട്ട് തന്നെ, ഭർത്താവായിട്ട് തന്നെ നമ്മളെ വീണ്ടെടുക്കുന്നത്. അപ്പൊ സ്വന്തം രക്തം കൊടുത്ത് സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെയൊക്കെ വീണ്ടെടുത്ത് വെച്ചേക്കുക. അപ്പൊ ആ വീണ്ടെടുപ്പ് ഒരു ബോവസ് എങ്ങനെയാണ് രൂത്തിനെ വീണ്ടെടുത്തേക്ക് നമ്മൾ വായിക്കുന്നു, രൂത്തിന്റെ മേൽ എന്തൊക്കെയാണ് പിന്നീട് ബോവസ് എന്തൊക്കെ അധികാരങ്ങൾ കൊടുത്തു, അതുപോലെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുത്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ അന്യരല്ല, ഉടമസ്ഥരാണ്. രൂത്ത് പെറുക്കാനായിട്ട് ഇറങ്ങിയ രൂത്ത് പിന്നീട് വയലിന് ഉടമസ്ഥയായി മാറി അളന്നു കൊടുത്തതുപോലെ വന്നപ്പോ പെറുക്കാനായിട്ടൊക്കെ വന്നതായിരിക്കും പക്ഷെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ മാറിയട്ടെ. ഇപ്പൊ നമ്മൾ സാധാരണക്കാരൊന്നും അല്ല. ഹാലലൂയ. ഈ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ആ ഒരു എന്താ പറയാ, നമ്മൾ പറയുന്നത് നമ്മൾ ആ ഒരു ബോധത്തിൽ വേണം ജീവിക്കാനായിട്ട്. നമ്മളെ വെറുതെ നമ്മൾ മറ്റൊരു നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക് ഒരു പിതാവുണ്ട് എന്ന് പറയുന്നിടത്ത്, അപ്പൊ ഞാൻ അനാഥയല്ല സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും നമുക്ക് അയ്യോ അപ്പനില്ലല്ലോ അല്ലെ അമ്മയില്ലല്ലോ, അല്ലെങ്കിൽ സഹോദരങ്ങളില്ലല്ലോ കാരണം നമ്മൾ വിശ്വാസത്തിലേക്ക് ഉപേക്ഷിക്കാത്ത തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്, മാതാപിതാക്കന്മാരോ സഹോദരന്മാരോ ഒക്കെ നഷ്ടപ്പെടും. ചില ഭർത്താവിന് നഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കയറി നിൽക്കുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകും. പക്ഷേ അവർക്ക് ഉപേക്ഷിക്കുമ്പം എന്ത് നമുക്ക് ഉപേക്ഷിക്കപ്പെട്ടുവോ ആര് നമ്മൾ തള്ളിക്കളഞ്ഞുവോ അതായിട്ട് നമ്മുടെ ദൈവം നമുക്ക് വെളിപ്പെടും. നമുക്ക് സഹോദരന്മാരെ മാതാപിതാക്കന്മാരെയൊക്കെ തരും. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, മോശ ചോദിച്ചാൽ ആരെന്നെ പറഞ്ഞു വിട്ടെന്ന് പറയാം, ഞാനാകുന്നു. അപ്പൊ ഞാൻ നിനക്ക് ആരാകുന്നുവോ ആരാകണമോ അതാ ഞാൻ. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. യഹോവ ഇരയായിട്ട് വെളിപ്പെടണമെങ്കിൽ യഹോവ ഇരയാണ്. യഹോവ ഷമ്മിയാണെങ്കിൽ യഹോ ഷമ്മിയാണ്, ശാലോമാണെങ്കിൽ ശാലോമാണ്. ഹാലേലൂയ. അപ്പൊ നിസ്സി ആകണമെങ്കിൽ നിസ്സിയാണ്. ഹാലേലൂയ. നിനക്ക് എന്തായിട്ടാണോ ഞാൻ വരേണ്ടത് അതായിട്ട് ഞാൻ വെളിപ്പെടും. അപ്പൊ ആരാകണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭർത്താവില്ലേ എന്ന് കരയുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. നമുക്ക് അപ്പനില്ലേ നമ്മുടെ അപ്പനാ. നമുക്ക് മൂത്ത മൂത്ത സഹോദരനാ യേശു കർത്താവിനെ കുറിച്ച് ജ്യേഷ്ഠ സഹോദരനെ പറയുന്നോ അപ്പം ഇതെല്ലാമാണ് ദൈവം നമുക്ക് നമ്മൾ അതൊക്കെ ആയിട്ട് നമ്മുടെ കർത്താവിനെ ഇവിടെ. പക്ഷെ ഇസ്രായേലിനെ ഇവിടെ പറയുന്ന ആദ്യം മച്ചിയായവരെ കുറിച്ച് പറയുന്നത്, അടുത്ത ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ട്. ഇവിടെ അത് പറഞ്ഞിട്ട് നിന്റെ സൃഷ്ടാവാകുന്നു
നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പ്. സാധാരണക്കാരനല്ല. അല്ല, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ഒരു പരിശുദ്ധനായ ദൈവം നമ്മളെ വീണ്ടെടുത്തെങ്കിൽ നമ്മളും ഹാലയിലെ ആ പരിശുദ്ധ, നമ്മൾ ഭർത്താക്കന്മാരുടെയൊക്കെ യോഗ്യതയ്ക്കനുസരിച്ച്, ക്വാളിറ്റിക്ക് അനുസരിച്ച് പല ഭാര്യമാരൊക്കെ മാറാറുണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കര കാശുകാരനെ ഒരു ആള് വന്നിട്ട്, ഇപ്പൊ നമ്മൾ ബോവസിനെ തന്നെ എടുക്കും. ബോവസ് ഒന്നുമില്ലാത്ത മോവാബിയ സ്ത്രീയായിരുന്ന രൂത്ത്, 10 തലമുറ ദിവസം നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത രൂത്തിനെ വീണ്ടെടുത്തു. പക്ഷെ പിന്നീട് ആരും രൂത്തിനെ ഇവള് മോവാബിയ സ്ത്രീയാ, ഇവിടെ പാടത്ത് പെറുക്കാൻ വന്നവളാന്നല്ല പറയുന്നേ. ബോവസിന്റെ ഭാര്യയായപ്പോ രൂത്തിന്റെ ജീവിത രീതി മാറി. ബോവസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് രൂത്ത് ജീവിക്കാൻ തുടങ്ങി. ഹാലിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് രൂത്ത് നടക്കാൻ തുടങ്ങി. ഹാലൂയ, നമ്മളെ അതുപോലെ വീണ്ടെടുത്ത ദൈവത്തെ കുറിച്ച് പറയുന്നത് പരിശുദ്ധനായ ദൈവം. അങ്ങനെ ഇവിടെ എടുത്തെഴുതിയേക്കുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ ആ പരിശുദ്ധന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളും വിശുദ്ധരായി ജീവിക്കണം. ഹല്ലേലൂയ. അവിടെ അത് കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടെടുപ്പ് സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. അപ്പൊ സർവ്വഭൂമിയുടെയും ദൈവമാണ് അവൻ. ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പൊ സർവ്വഭൂമിയുടെയും ദൈവമായ യഹോവ അല്ലെങ്കിൽ ദൈവം. അപ്പൊ നമ്മൾ ആരുടെ വീണ്ടെടുപ്പിന്റെ വിലയാണെന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു സർവ്വഭൂമിയുടെ ഉടയവനാണ് നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, ഭൂമി അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടുന്നത്? അടിമകളായിട്ടല്ല, ഉടമകളായിട്ട് തന്നെ ജീവിക്കണം. സാധാരണ ആൾക്കാർ പറയുന്ന കണക്ക് ഞാൻ പറയും, പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്ന രീതിയിൽ നിങ്ങൾ അത് എടുക്കരുത്. നിങ്ങൾ വെളിപ്പാടിൽ ഇത് എടുക്കണം. കാരണം നമ്മുടെ ദൈവം ആരാണെന്നുള്ള ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം എന്തെന്നും അവകാശം എന്തെന്നും തിരിച്ചറിയണം. അവൻ സകലത്തിനും അധികാരിയാണെങ്കിലും എന്താ പറയാ, ആ പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്ക് വന്നില്ലെങ്കിൽ ദാസനെക്കാട്ടിൽ ഒട്ടും വിശേഷത ഉള്ളവനല്ല എന്ന് ലേഖനങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെ പറയുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഒരു ബോധം വേണം. നമ്മളെ ആരെ വീണ്ടെടുത്തരും. എന്നിട്ട് അടുത്ത് പറയുന്ന വീണ്ടെടുപ്പ് അത് പറഞ്ഞ ശേഷം പറയുന്നു, സർവ്വഭൂമിയുടെയും ഉപേക്ഷിക്കപ്പെട്ടു മനോവശത്തിരിക്കുന്ന സ്ത്രീ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. അടുത്ത ഉപേക്ഷിക്കപ്പെട്ട മനോവശം തിരിക്കുന്ന സ്ത്രീയെ വിളിച്ചിരിക്കുന്ന, അതുപോലെ വിളിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറയണം. അടുത്ത അവിടെ യൗവനത്തിൽ വിവാഹം ചെയ്ത് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളിച്ചത്. അപ്പൊ ആദ്യം മച്ചിയായവരെ മക്കളുടെ അമ്മയാക്കി മാറ്റുന്ന പറഞ്ഞു. രണ്ടാമത് ഭർത്താവ് മരിച്ചവരെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് തള്ളിക്കളഞ്ഞവർ എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ദൈവം ഒരു ഭാര്യ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും ഉള്ളവരെല്ലാം ദൈവം വീണ്ടെടുക്കുക. ആരെയായാലും ഉപേക്ഷിച്ച് കളയുന്നില്ല. മച്ചയാണ് നീ വേണ്ട എന്നല്ല, ഭർത്താവ് മരിച്ചോളും നിന്നെ വിധവയാണ് നിന്നെ വേണ്ട എന്നല്ല, നീ ഭർത്താവ് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടുള്ളത് നിന്നെ വേണ്ട എന്നല്ല. അവരെല്ലാം ദൈവം വീണ്ടെടുക്കുക അല്ലെങ്കിൽ ദൈവം എല്ലാവരെയും റിസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത് അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അപ്പൊ ദൈവം ചില സമയത്തൊക്കെ നമ്മളെ അല്പനേരത്തേക്ക് ഉപേക്ഷിക്കാറുണ്ടല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരനക്കവും ഇല്ല, ഒരു മറുപടിയില്ല. അപ്പൊ നമ്മൾ തന്നെ ചെയ്യും, കർത്താവ് എന്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ലേ, എന്നെ ഉപേക്ഷിച്ചോ, എന്നെ തള്ളിക്കളഞ്ഞു, ഇതൊക്കെ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് ദൈവത്തിന്. കാരണം വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ദൈവം ഒന്നും മിണ്ടുന്നില്ല, മൗനമായിരിക്കും. നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നത്. പക്ഷെ അത് ദൈവം പറയുന്നത് അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിക്കാം. എന്തിനാണെന്നറിയോ? എന്താ ഉപേക്ഷിക്കാന്നറിയോ? മഹാകരുണയോടെ ചേർത്തുകൊള്ളാൻ. ഇപ്പൊ അല്പ ഉപേക്ഷയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ദൈവം പിന്നെ നമ്മളെ ചേർക്കുമ്പോൾ മഹാകരുണയോടെ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ മഹാധനവാൻ, മഹാകരുണ, മഹാസ്നേഹം എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇച്ചിരി നേരം ഉപേക്ഷിക്കപ്പെട്ടു, നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടിയില്ല, നമുക്ക് കഷ്ടതയിൽ കൂടി ഇച്ചിരി ബുദ്ധിമുട്ടുകൂടെ പോകേണ്ടി വന്നെങ്കിൽ നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്ന കരുണ സാധാരണ കരുണയല്ല, മഹാകരുണയായിരിക്കും. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അതിന്റെ അപ്പുറത്ത് ഒരു കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിരിക്കുന്ന ആരൊക്കെയോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കും. കാരണം അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്
ദൈവമേ, നീ എന്നെ കേൾക്കുന്നില്ലേ, നീ എന്നെ കാണുന്നില്ല, എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായിട്ട് ഞാൻ ഈ വിഷയം നിന്റെ മുമ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു, ഈ വിഷയം മാത്രം നീ എന്താ കാണാത്ത കേൾക്കാത്ത ഇതൊക്കെ ചോദിക്കുന്നെങ്കിൽ അത് ഞാൻ പറയും, അവരുടെ ജീവിതത്തിൽ ആ ഒരു വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മഹാകരുണ തന്നെ വെളിപ്പെടും. ആ കരുണ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കരുണയായിരിക്കത്തില്ല. ആ കരുണ ഒരു അത്ഭുതമായിരിക്കുമെന്ന് ഞാൻ എൻ്റെ വാക്കിൽ ദൈവത്തിന്റെ പരിശുദ്ധം എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാം, അതൊരു മഹാകരുണയായിരിക്കും, വെച്ചിട്ട് മഹാ അത്ഭുതമായിരിക്കും ആ വിഷയത്തിൽ നടക്കാൻ പോകുന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ ആരെങ്കിലും ഹൃദയത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊള്ളുക. അല്പനേരത്തേക്ക് മാത്രം ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണ ഞാൻ നിന്നെ ചേർത്തോളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറിച്ചെങ്കിൽ നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. അപ്പൊ ദൈവത്തിന് കോപം വന്നിട്ട്, അല്ലെ ക്രോധത്തിന്റെ ആധിക്യം വന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കും വന്നേക്കുന്നത്, അല്ലെ നമ്മുടെ കുറവ് കൊണ്ടായിരിക്കും വന്നത്. പക്ഷെ അവിടെ വന്ന ആ ക്രോധം, എന്താ പറയാ, അതെന്തിനാ ക്രോധം, ഞാൻ നിന്റെ ക്ഷണത്തെ മുഖം നനച്ചപ്പോ നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. അപ്പൊ ഇനി ഞാനൊരു ആ വിഷയത്തിൽ ഞാനൊരു കരുണ കാണിച്ചാൽ അത് നിത്യ കരുണയായിരിക്കും, നിത്യതയോടെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞു, ബിജപ്പാസ്റ്റ് ഇങ്ങനെ വചനം സംസാരിച്ചു, ബിജപ്പാസ്റ്റ് പറഞ്ഞ വാക്യം, നമ്മുടെ ഹാഗാറിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു. അത് ഇന്നും പറ്റിയിട്ടില്ല, അറിയാം എല്ലാവർക്കും അല്ലേ. കാരണം അതുപോലെ ചില തുറന്നാൽ ഒരിക്കലും ഇനി അടയാത്ത പോലെ, അതാ പറഞ്ഞ നിത്യതയോടെ ക്രോധാധിക്യം കൊണ്ട് അല്പനേരത്തേക്ക് അല്ലെ ക്ഷണനേരത്തേക്ക് ഞാൻ നിന്നോട് എന്താ പറയാ, എന്റെ മുഖം നിനക്ക് മറച്ചെങ്കിൽ നിത്യതയോടെ ഇനി ആ ദയ ഒരിക്കലും മാറിപ്പോകാതെ വണ്ണം ചില ദയ ചിലരുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന ആമേൻ, സ്തോത്ര. കാരണം ഈ വാക്യം ഇന്നലെ രാത്രിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാ എന്നോട് ഇടപെട്ടാണ്. ഞാൻ ഇന്നലെ രാത്രി ഭാഗം വായിച്ച് പ്രാർത്ഥിച്ച കാരണം ദൈവം പറഞ്ഞു, ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹാകരുണ നമ്മുടെ നേരെ വരികയാണ്. അതുപോലെ നമ്മുടെ ദൈവത്തിന്റെ നിത്യദയ ആമേൻ, സ്തോത്ര. നിത്യദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ മാറിക്കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ ഓർത്ത് നീ ഒരിക്കലും ഇനി ഭാരപ്പെടേണ്ടി വരത്തില്ല. അത് എന്ത് വിഷയമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, ആരുടെങ്കിലും രക്ഷയുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആകട്ടെ, കടഭാരമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന നമ്മുടെ ശുശ്രൂഷയെ സംബന്ധിച്ചാകട്ടെ, നമ്മുടെ എന്ത് കാര്യത്തെ കുറിച്ചാണോ നമുക്ക് പറയണം. ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ടും എന്റെ ദൈവത്തിൽ നിന്ന് മറുപടി വന്നിട്ടില്ല. എന്റെ ദൈവം എന്നോട് ആ വിഷയത്തിൽ കരുണ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്ന വിഷയത്തിന്മേൽ നിത്യദയ വെളിപ്പെടാൻ പോണ ആ ദയ എന്നും നമ്മളെ മരണം കൊണ്ട് നമുക്ക് അവസാനിക്കാത്ത വണ്ണം ഒരു വലിയ ദയ ദൈവം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിൽ തന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് എന്റെ മനസ്സിലാ രൂത്തിന്റെ പുസ്തകം തന്നെ നിൽക്കുക. അതുകൊണ്ട് രൂത്തിനോട് ദൈവം മഹാദയ കാണിച്ച്, നിത്യദയ കാണിച്ച്, മഹാകരുണ കാണിച്ച്. കാരണം ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെ ജീവിക്കുന്ന പോലും അറിയാതെ വന്ന രൂത്തിന് വേണ്ടിയിട്ട് ബോവസിന്റെ വീണ്ടെടുപ്പുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ പിന്നെ ഒന്നിനും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അവൾ ദാവീദിന്റെ അപ്പനായ ഈശായ അപ്പനെ പ്രസവിക്കാനായിട്ട് ഭാഗ്യം കൊടുത്തു. യേശുകർത്താവിന്റെ പാരമ്പര്യത്തിലേക്ക് കയറി. നമ്മുടെ മത്തായിയുടെ സുവിശേഷം വായിക്കാൻ 1-ാം അധ്യായത്തിൽ രൂത്തിന്റെ പേരും കൂടെ അവിടെ എഴുതപ്പെട്ടു. ഇന്ന് നമ്മൾ രൂത്തിനെ കുറിച്ച് പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് പോലെ ആ ദയ ഇന്ന് വരെ പോയിട്ടില്ല. രൂത്തൊക്കെ മരിച്ച് മണ്ണടിച്ചിട്ട് വർഷങ്ങളിൽ ആയെങ്കിലും ഇന്നും ആ ദയ ഇങ്ങനെ ദൈവം കാണിച്ച നിത്യദയ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന അതുപോലെ ചില ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ചിലരൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നിത്യ തലമുറയോടും പറയത്തക്ക രീതിയിൽ ദാവീദിന് വേണ്ടിയിട്ട് തലമുറയോളം അത് ഓർത്തു വെച്ച് അവരെ തള്ളിക്കളയാതെ പരിപാലിച്ച ദൈവത്തിന്റെ ദയ വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, ചിലരുടെ മേൽ വീഴുന്ന ആ നിത്യതയ നിന്റെ തലമുറയോളം അത് വെളിപ്പെട്ട് നിൽക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. അത് ആരെ പറഞ്ഞേ? നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. അത് വേറെ സാധാരണ മനുഷ്യനല്ല ഇവിടെ പറയുന്നേ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ സർവശക്തനായ ദൈവമാണ് ഈ പ്രോമിസ് പറയുന്നത്. ഈ നിത്യതയ നമ്മുടെ കുടുംബങ്ങളെ വിട്ട്, നമ്മുടെ ഭവനങ്ങളെ വിട്ട്, നമ്മുടെ തലമുറകളെ വിട്ട് മാറിപ്പോകത്തില്ല. ആമേൻ, സ്തോത്ര. അവിടുത്തെ പറയുന്നത് ഇത് അടുത്ത് പറയുന്നത്, ഇത് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിമുക്കളെ എന്ന് ഞാൻ സത്യം ചെയ്തില്ല. ദൈവം അപ്പൊ ഒരു ഉപമ പറയുക, അല്ലെങ്കിൽ ഒരു കമ്പയർ ചെയ്ത് പറയാം. നോഹയുടെ വെള്ളങ്ങൾ, നോഹയുടെ കാലത്ത് പ്രളയം ഉണ്ടായി കഴിയുമ്പോൾ ദൈവം നോഹ എന്നിട്ട് ഒരു പുറത്തിറങ്ങിയിട്ട് ഒരു യാഗം കഴിക്കുമ്പോൾ യാഗത്തിന്റെ മണം ആ യാഗത്തിന്റെ മണം അങ്ങ്
യഹോവ ശ്വസിച്ചു എന്ന് എഴുതിയേക്കുന്നത്. ഹലെ അപ്പം ദൈവത്തിന്റെ മൂക്കിലൊക്കെ മണം അടിച്ചപ്പോ ദൈവം ഒരു ഡിക്ലറേഷൻ, ഹലെ ഇനി ഒരിക്കലും ഹലെ എന്താ പറയാ, ഭൂമി വെള്ളങ്ങളെ കൊണ്ട് മുക്കി കളയത്തില്ല. അതെന്നുവെച്ചാൽ പൂർണ്ണമായും വെള്ളത്താൽ ഭൂമിയെ ഇനി നശിപ്പിക്കുകയില്ല. അന്ന് നോഹയോട് പറഞ്ഞ നിയമം ഇന്ന് നിത്യ നിയമമായി നമുക്ക് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ടാ ഇന്നും ഭൂമിയെ മൊത്തമായിട്ട് ദൈവം മുക്കി കളയാത്തതിന്റെ കാര്യം. അല്ലാതെ എന്നേ ഇതൊക്കെ 10 പ്രാവശ്യം മുക്കേണ്ട കാര്യം കഴിഞ്ഞു അല്ലെ നമ്മളൊക്കെ ഇവിടെ. പക്ഷേ അപ്പൊ അതന്ന് അപ്പൊ അതുപോലെ നിത്യം ദൈവം ചെയ്ത പോലെയാണ് ഇപ്പൊ ദൈവം പറഞ്ഞ ഈ 3 കൂട്ടരുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. മച്ചിയെ അവളെ മക്കളുള്ളവളാക്കി മാറ്റുന്നത്, അവളെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടഞ്ഞ് പരക്കുമാറാക്കുന്നത്, ഹാലേലിയ. അടുത്ത വിധവയായവളെ എടുക്കുന്നത്, അടുത്ത ഭർത്താവ് ഉപേക്ഷിച്ചവളെ ഹാലേ ചേർത്ത് കൊള്ളുന്ന വീണ്ടെടുപ്പുകാരന്റെ നിത്യതയ മഹാദയ. നോഹയുടെ വെള്ളം പോലെ ഭൂമി ഇനി മുക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ അത് നിലനിൽക്കുന്നത് പറഞ്ഞു. അവിടെ പറയുന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നോട് കോപിക്കുന്നതിനെ ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോയെങ്കിൽ എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാനം നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ പർവ്വതങ്ങൾ മാറിപ്പോ, കുന്നുകൾ നീങ്ങിപ്പോ, പക്ഷെ എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ആമേൻ, സ്തോത്ര. ഹാലെ ഇന്ന് ഹാലെ ദൈവത്തിന്റെ ദയയാണ് ഇന്ന് നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹാലെ ഈ വെളിപ്പെട്ടു നിന്ന ദയയല്ല, ഞാൻ പറയും ഇനി ഒരിക്കലും ആർക്കും മാറ്റിക്കളയാൻ പറ്റാത്തവണ്ണം ദൈവത്തിന്റെ ദയയും ആമേൻ കരുണയും ഹാലെ നമ്മുടെ മേൽ വെളിപ്പെടാൻ പോയി. എത്ര പേര് വിശ്വസിക്കുന്നു? ഹാലേലി, ആമേൻ. ഹാലെ ആ ദൈവത്തിന്റെ ദയയും അത് മഹാകരുണയാണ്, അത് നിത്യതയാണ്. ഹാലെ ഇനി ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. ദൈവം പർവ്വതങ്ങൾ നീങ്ങിപ്പോവും, അല്ലെ പർവ്വതങ്ങൾ മാറിപ്പോ, കുന്നുകൾ നീങ്ങിപ്പോ, പക്ഷെ എന്റെ ദയ, അത് ദൈവത്തിന്റെ വചനമാണ്. വായിൽ നിന്ന് വന്ന വചനത്തിന് ആമേ ഹാലെ മാറ്റിക്കളെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഹാലെ ആകാശം മാറും ഭൂതലവും മാറും, പക്ഷേ ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ലാത്ത പോലെ ഇന്ന് ദൈവം നമുക്ക് തരുന്ന ഈ പ്രോമിസിനും ഒരിക്കലും മാറ്റം വരുത്തി വിശ്വസിക്കുന്നവർ ഹാലെ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാലേലിയ, അവിടെ ദൈവത്തിന്റെ ആ ദയ മഹാദയ അല്ലെങ്കിൽ ആ സമാധാന ദൈവം നീങ്ങിപ്പോയി. ഇനി 11-ാം വാക്യം പറയുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചും ആമേ നമുക്ക് സമാധാനം തരുന്നതിനെ കുറിച്ചും ആണ്. ഹാലേലിയ. അപ്പൊ ഇവിടെ പറയാം നമ്മളെ അതുപോലെ ഹാലേലിയ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. ഹാലെ നമുക്ക് ദൈവത്തിന്റെ ആമേ ഹാലെ പ്രോസ്പിരിറ്റിയും പീസും പ്രൊട്ടക്ഷനും വെളിപ്പെടുന്ന 11 തുടങ്ങിയിട്ട് ബാക്കി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന. കാരണം ഇവിടെ പറയാം യഹോവ അരുളി ചെയ്യുന്നു, കാരണം യഹോവ അരുളി, അതായത് അരിഷ്ടനും കൊടുങ്കാറ്റിന് അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളും ആയുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയിൽ ഉപദേശിക്കപ്പെട്ടു, നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശക്കൂടുന്നെങ്കിൽ അത് നിന്റെ ഹിതപ്രകാരമല്ല, ആരെങ്കിലും നിന്റെ കലശക്കൂടിയ അവൻ നിന്റെ നിമിത്തം വീഴും. അല്ലെ ദൈവത്തിന്റെ അല്ലെ പ്രോസ്പിരിറ്റി വരുന്നു, ഒരു സമാധാന നിയമം വരുന്നു. അതിനുശേഷം നിന്നോട് പോരാടുന്നവരോട് നീ പോരാടി അവര് നിന്റെ നിമിത്തം അവര് വീണോളും. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. താരപുസ്തകം ഒന്ന് വായിക്കാം, 13 തുടങ്ങിയ വാക്യങ്ങൾ വായിച്ചു. താഴോട്ട് താരപുസ്തകം വായിക്കുമ്പോൾ അതിന്റെ പവർ ഉള്ളു കേൾക്കാനായിട്ട്. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോടെ അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടുന്നു എങ്കിൽ അത് നിന്റെ ഹിതപ്രകാരമല്ല, ആരെങ്കിലും നിന്നോട് കലശൽ കൂട്ടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പാൻ സംഹാരനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഇവിടെ ദൈവം നമ്മൾ ഓർപ്പിക്കുന്നത് ആമേൻ ഊതിക്കഴിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലം സൃഷ്ടിച്ചത് ഞാനാണ്. ഹാലിലെ അടുത്ത പറയുന്നത് ഹാലിലെ നിനക്ക് ഇവിടെ പറയുന്നത് നിനക്ക് വിരോധ അതുപോലെ നശിപ്പിക്കാൻ സംഹാരകനെയും സൃഷ്ടിച്ചത് ഞാനാണ്. ദൈവം പറയാ. പക്ഷേങ്കില് ഇതൊക്കെ നിന്റെ അടുത്തോട്ട് വരുമ്പോൾ, നിനക്കെതിരെ ഈ ആയുധങ്ങളൊക്കെ വരുമ്പോൾ പറയും നിനക്ക് വിരോധം ഉണ്ടാക്കാതെ യാതൊരു ആയുധം ഫലിക്കുകയില്ല. എപ്പോഴാന്നറിയാവോ ഇത്? ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ വന്ന
ദൈവത്തിന്റെ നിത്യതയെ നമ്മുടെ മേൽ വരുമ്പോൾ, ദൈവത്തിന്റെ മഹാകരുണ നമ്മുടെ മേൽ വരുമ്പോൾ ഹാലയിലെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കും. സംഹാരകനെ സൃഷ്ടിച്ച് ഞാൻ അവനടുത്ത് വരും. പക്ഷേ ഇതൊന്നും നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കും. ഞാൻ പറയത്തില്ല, ചില കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ കുറിച്ച് ആൾക്കാർ അപവാദം പറയും, അല്ലെങ്കിൽ അങ്ങനെ പറയും, ഇങ്ങനെ ഓരോ പല കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളെ ദ്രോഹിക്കാൻ നിരക്ക് ദ്രോഹിക്കും ചിലപ്പോൾ ദൈവം. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് ഏശത്തില്ല. കാണില്ല, പാറയുടെ മുമ്പിൽ ചില മലയുടെ മുമ്പിൽ പോയി എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഇത് അവിടെ ചെന്ന് തട്ടിയിട്ട് തിരിച്ചിങ്ങ് പോകും, പോകുന്നിടത്തേക്ക് ഇങ്ങ് പോരും എന്ന് പറഞ്ഞു. ഹാലേലിയ. നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പോയി സംസാരിച്ചൊക്കെ നോക്കുക, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒച്ചത്തിലൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കുക, അതിങ്ങനെ ശരിയാ തിരിച്ച് കേൾക്കാം, നമുക്ക് ആ സന്തോഷം, അല്ലെങ്കിൽ തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പോകും. അതുപോലെ അല്ലെ നമ്മുടെ നേര് വരുന്ന ആയുധമൊക്കെ എങ്ങോട്ട് പോകുന്നറിയാ? വന്നിടത്തേക്ക് തന്നെ മടങ്ങി പോയിക്കൂടും. നിനക്കെതിരായി ഉണ്ടാക്കുന്നത് യാതൊരു ആയുധം ഫലിക്കുകയില്ല. എന്നിട്ട് ഹാലേലിയ ഇവിടെ പറയുന്നത്, യാതൊരു ന്യായവിസ്താരം നിനക്ക് വിരോധനൊക്കെ എല്ലാം അവന് നീ കുറ്റം. അത് ഇപ്പൊ ഈ നമുക്ക് വിരോധമായി പറയുന്ന ആൾക്കാരൊക്കെ കേട്ടോണ്ട് ഓർത്തോണ്ട് ഇരുന്നോണം. എന്താണെന്നറിയാ, ഇപ്പൊ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഇതൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അല്ലെ നമുക്ക് ഫലിക്കുന്നില്ല. പക്ഷെ ന്യായവിസ്താര ദിവസത്തിൽ ഈ നാവിനെല്ലാം നമ്മൾ അവിടെ നിന്ന് കുറ്റം വിധിക്കും. അല്ല, നമ്മളങ്ങനെ പറഞ്ഞാലും, ഞാൻ പറഞ്ഞിപ്പോ നമ്മളെ പറയുന്നത് മാത്രമല്ല, നമ്മൾ ആരും കാണാതെയും കേൾക്കാതെയൊക്കെ മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും അവരുടെ പോരാടി അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞ് ദുഷിപ്പൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ അവർ കേൾക്കാതാണ് പറയുന്നത്. പക്ഷേ ന്യായവിസ്താര ദിവസത്തെ അവർ മുമ്പിൽ നമ്മുടെ മുമ്പിൽ വന്നേക്കും, അവര് നീ അന്നങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിങ്ങനെ കാണിക്കും. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഹാലേലിയ ഇന്ന ആളോടുമായിട്ട് ഞാനിരുന്നിട്ട് ഇന്ന ആളെ കുറിച്ച് പറഞ്ഞ കുശുമ്പും ഇതെന്തൊക്കെയാ പറഞ്ഞ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് കാണിച്ചിട്ട് പറയും, നീ അന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴും സൂക്ഷിക്കണം, നമ്മളെ കുറിച്ച് പറയുന്നവരും സൂക്ഷിക്കണം. ഹാലേലിയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും അവിടെ എത്തുമ്പോൾ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇവിടെ നമുക്ക് തരുന്നൊരു പ്രോമിസ് അത്. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ വലിയൊരു പ്രൊട്ടക്ഷൻ അവിടെ വെളിപ്പെടുന്നത്. ശത്രു എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ അതൊന്നും നിനക്ക് ഫലിക്കില്ല. നീ എന്നിട്ട് അവരെയൊക്കെ ന്യായവിസ്താര ദിവസത്തിൽ കുറ്റം വിധിക്കുക വെച്ചാൽ ദൈവത്തിന്റെ മഹാദയം കാരണം നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ്, നിത്യദയ നമ്മുടെ മേൽ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് മാറിപ്പോകത്തില്ല ഒരിക്കലും. ആ സമാധാന നിയമം മാറിപ്പോകത്തുണ്ട്. ദൈവം പറയുന്ന പ്രോമിസാണ് ഇവിടെ ഉണ്ടാക്കുക. ന്യായവിസ്ത നിനക്ക് വിരോധം എല്ലാം കിട്ടുന്നത് യഹോവയുടെ ദാസന്മാരുടെ അവകാശം എന്റെ പക്കൽ നിന്ന് അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ. ഇത് ആർക്കുള്ള അവകാശമാണ്? യഹോവയുടെ ദാസന്മാർക്കുള്ള അവകാശമാണ്, അവർക്കുള്ള നീതിയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാർ ആണ്, ദാസിമാരാണ്. ഹല്ലേലൂയ. അതേസമയം നമ്മൾ മക്കളാണ്. ഹല്ലേലൂയ. അതേസമയം ഇവിടെ വീണ്ടെടുപ്പുകാരന്റെ ഹല്ലേലൂയ. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവ് യഹോവ സൃഷ്ടാവാകുന്ന നമ്മുടെ ഭർത്താവ്. അപ്പൊ ഈ അതിലെല്ലാത്തിലും ഹല്ലേലൂയ നിൽക്കുമ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ദൈവത്തിന്റെ ദാസന്മാരുടെ അന്നത്തെ കാലത്ത് ദാസന്മാരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നു. അവരോടുള്ള നിത്യദയ യഹോവയുടെ ദാസന്മാരുടെ അവകാശം എന്റെ പക്കലുള്ള നീതിയും ഇത് തന്നെയാകുന്നു യഹോവ. അപ്പം അവരുടെ ഇത് അവകാശമാണ്, ഇത് ദൈവത്തിന്റെ നീതിയാണ്. ഇത് അവകാശമാണെങ്കിൽ ഇത് ആരും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല. അവകാശി സകലത്തിന് യജമാനൻ ആണ്. ഹാലേലൂയ. ആമേൻ. പക്ഷേ ഹാലേലൂയ ഇവിടെ അവകാശി അത് തിരിച്ചറിയുമ്പോഴേ അതവന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹാലേലൂയ. നമ്മുടെ പേരിൽ ഒരുപാട് ബാങ്ക് ബാലൻസ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കണേ നമുക്കത് അറിയണം. നമ്മുടെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പല 5-6 ഭാര്യമാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉള്ളപ്പോൾ ഇവര് അവർക്ക് ഇവർക്കൊക്കെ വേണ്ട അവിടെ ഇവിടെ ഇട്ട് വെക്കും. പക്ഷെ അത് പെട്ടെന്നൊരു സുപ്രഭാതം ഒരു തട്ടിപ്പോകാൻ എന്താന്ന് വെച്ചാൽ ഇത് അക്കൗണ്ടുള്ളവരെ അപ്പുറത്തുള്ള മക്കൾക്ക് അറിയത്തില്ല, ഇപ്പുറത്തുള്ള ഭാര്യയൊക്കെ അറിയത്തില്ലെന്ന് അറിയാം. ഇത് ആർക്കും അറിയാതെ ഇത് അവിടെ കിടന്നിട്ട് ഇതിനെ പറയുന്ന പൈസ കുറെ നാളായിട്ട് ഇത് എടുക്കാതെ അനങ്ങാതെ കിടക്കും. ഇതിനെ പറയും ഡെഡ് മണി എന്ന് വിളിക്കും. കാരണം ആർക്കും ഉപകാരമില്ലാതെ മരിച്ചു കിടക്കുന്ന സമ്പത്ത് എന്ന് പറയാം. അത് കുറെ നാളും ഗവൺമെന്റിലേക്ക് അത് ചെന്ന് ചേരും. അതുപോലെ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, നമുക്ക് ഇതൊരു അയ്യോ സിസ്റ്റർ ഇതൊക്കെ ഉണ്ടാ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയരുത്. നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന അവകാശം എന്തെന്നും അധികാരം എന്തെന്നും തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ദൈവത്തിനെ സേവിക്കാനായിട്ട് നിൽക്കാനായിട്ട്. അപ്പൊ ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം എങ്ങനെയൊക്കെയാണ് കാണുന്നത്? ദൈവത്തിന്റെ ദാസന്മാരെ സേവിക്കാനായിട്ട് ദാസന്മാര് തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. അതിൽ ഏറ്റവും വലിയൊരു അവകാശം നമ്മുടെ തലമുറയെ കുറിച്ച് പറഞ്ഞതാണ്. രണ്ടാമത്തെ അവകാശം നമ്മൾ നമ്മൾ ആരുമില്ലാത്ത അല്പസമയത്തേക്ക് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും
ദൈവത്തിന്റെ മഹാകരുണ ഹാലയിലെ ദൈവത്തിന്റെ ദയ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ദൈവത്തിന്റെ വലിയൊരു ഹാലയിലെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. ദൈവത്തിന് വലിയൊരു ഫേവർ നമ്മുടെ മേലുണ്ട്. ഹാലയിലിയ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹാലയിലിയ ദൈവത്തിന്റെ ഒരു നിത്യ നിയമം ഹാലയിലെ നിത്യ ദയ നമ്മുടെ മേലുണ്ട്. ഹാലയിലെ ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഹാലയിലെ പ്രോമിസുകളാണെങ്കിൽ അവിടെ ദൈവം തന്നെ പറയുന്ന ഹാലെ ആകാശം മാറും ഹാല, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കണക്ക് ഹാല കുന്നുകൾ നീങ്ങിപ്പോവും, പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, പക്ഷേ എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല ഹാലെ. അപ്പൊ ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ടുമാറത്തില്ല ഹാലെ. നമ്മളത് മനസ്സിലാക്കിക്കോണം ഹാലെ. ദൈവം എന്നും ഹാലില്ല നമ്മളെ ഹാലെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മളെ എപ്പോഴും ദൈവത്തോട് കൂടെ നിർത്തി ഹാലയിലെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അല്ലെ നമ്മൾക്ക് ഇതൊന്നും അനുഗ്രഹം ഒന്ന് കേൾക്കും, അയ്യോ അനുഗ്രഹം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നവര് ഹാല വേണ്ടെന്ന് വെച്ചോളുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം വെറും വാക്ക് പറയത്തില്ല. ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല ഹാലെ. അത് ദൈവം മനുഷ്യനല്ലല്ലോ ഫോഷ്ക്ക് പറയാനായിട്ട്. നമ്മുടെ കർത്താവിന്റെ ഹാലയിലെ അനുഗ്രഹത്തിന്റെ നിത്യതയുടെ മഹാകരുണയൊക്കെ ഈ ദിവസങ്ങളിൽ ഹാലേലിയ വിശ്വസിക്കുന്നവർ വെളിപ്പെടെ തന്നെ ചെയ്യും. ഞാൻ നല്ല ഉറച്ച ഹാല വിശ്വാസത്തോടെ ഞാനത് ഡിക്ലെയർ ചെയ്യുന്ന ഹാലയെ. കാരണം ഹാലെ ഒരു അനുഗ്രഹത്തിന്റെ ഹാലെ കുറെ നാൾ കരഞ്ഞ് കണ്ണുനീരോട് ദിവസങ്ങളിലായിരുന്നു ഹാലെ, കുറെ നാൾ ഉപവസിച്ച് കുറെ നാൾ പ്രാർത്ഥിച്ചും ഹാലെ ദൈവം ഇതുവരെ ഒരു മറുപടി തന്നില്ല സിസ്റ്റർ എന്ന് പറയുന്നവരോട് ഞാൻ പറയും ഹാലെ ദൈവത്തിന്റെ ദയ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഇനിയുള്ള കാലം ഹാലെ നിങ്ങൾ ദൈവത്തിന്റെ മഹാദയയും ഹാലിലെ നിത്യതയും ഹാലിലെ മഹാകരുണയും അനുഭവിച്ചു തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഹാല നിങ്ങൾ പറയൂ എന്റെ ദൈവം ഹാല എന്നെ അനുഗ്രഹിച്ച് ഹാലയില് എന്റെ ദൈവം ഹാല എന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ കേൾക്കാതിരുന്നതല്ല, കേട്ടെന്ന് മാത്രമല്ല എനിക്ക് മറുപടി അയച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ അൻമോളെ.